ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നമ്മളെ കണ്ണൂക്കാരുടെ ഒരു കൂട്ടുകറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കടലക്ക വേണം, ചേന, പച്ചക്കായ, ഇതെല്ലാം കൂടി വെച്ചിട്ട് ഉള്ള കൂട്ടുകറിയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ, വരൂ. അപ്പോൾ ഇതാണ് കൂട്ടുകറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ. കടലക്ക ഇന്നലെ രാത്രിയെ വെള്ളത്തിലിട്ട് എല്ലാം പുതിർത്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ചേന എടുത്തിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു നേന്ത്രക്കായ അതാണ് മുറിച്ചിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് അരക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ, മുളക് പൊടി, ജീരകം ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് നമ്മളെ കടലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനെല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. വേറെ ഒന്നും വേവിക്കുന്നില്ല. നമ്മളെല്ലാം ഒരുമിച്ച് തന്നെയാണ്. കുക്കറിലായതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ കടലൊക്കെ ഇട്ട് ഇനി ഞാൻ ചേന ഇടുന്നുണ്ട്. ഇനി പച്ചക്കായയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. നമ്മളാക്കുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എത്രയാണോ നമുക്ക് എരിവ് വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇതാ കുക്കറിൽ വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. വെന്തിട്ട് നമുക്ക് കാണാം. അപ്പോഴേക്ക് ഞാൻ വേഗം ഈ തേങ്ങ ഒന്ന് ഒതുക്കിയിട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ തേങ്ങ, മുളക് പൊടി, ജീരകം ഇതാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഒതുക്കി കൊണ്ടുവരട്ടെ. അധികം അരയാൻ പാടില്ല. ഒന്ന് ഒതുക്കി എടുക്കുകയോ ചെയ്യാം. ഇതാ ഞാൻ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ടാന്നേ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് ഒതുക്കുകയോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളെ കൂട്ടുകറീൻ്റെ സാധനങ്ങളെല്ലാം വെന്ത് കുക്കറിലാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ചട്ടിയിലേക്ക് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. കണ്ട, കുക്കറിൽ ഉയരം ഉള്ള പോലെ ആയത് കാരണം കാണിച്ചു തരാൻ കുറച്ച് വിഷമമാണ്. അപ്പോൾ ഇതാ ഞാനത് ചട്ടിയിലേക്ക് മാറ്റി. ഇനി ഞാനത് അടുപ്പത്ത് വെക്കട്ടെ. അടുപ്പത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കാം. നമ്മളെ കഷ്ണങ്ങളെല്ലാം വെന്ത് നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇതാ ചേനയും കായും എല്ലാം. ഇനി ഞാനിതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർക്കട്ടെ. ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചതാണ്. ഇപ്പം എല്ലാം കൂടി യോജിപ്പിക്കട്ടെ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇനി ഉപ്പുണ്ടോ നോക്കട്ടെ. പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം പാകാന്ന് ഗൈസ്. ഇനി ഉപ്പൊന്നും ഇടണ്ട. അപ്പം ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. കണ്ട, തിള വരുന്നുണ്ട്. കണ്ട നമ്മളെ കൂട്ടുകറി
ഇനി ഇതിന് തേങ്ങ വറുത്തിടണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം. ഇതാ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ട. ഇനിയിപ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് തന്നെ ഒന്ന് പാകം വരും. അപ്പോൾ ഇത്ര നമുക്ക് ലൂസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണെന്നല്ലോ, കൂട്ടുകറി അധികം ലൂസിലല്ലല്ലോ ഉണ്ടാവുക. ചിലയിൽ വിളമ്പിക്കഴിഞ്ഞാൽ ഒലിച്ചു പോകാൻ പാടില്ലല്ലോ, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇത് കണ്ടീഷനായിട്ടുണ്ട്. ഞാൻ വാങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വറുത്തിടാം. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഈ വറവിലാണ് നമ്മളെ കൂട്ടുകറിൻ്റെ രുചി ഉണ്ടാവുക. വെളിച്ചെണ്ണ കായട്ടെ. അപ്പോൾ ലേശം കടുക് ഒരുപാട് ഇടില്ല. കടുക് ഒരു ലേശം ഇട്ടിനോ ഇട്ടില്ല, അത്രയേ ഉള്ളൂ. തേങ്ങയാണ് ഇതിൻ്റെ മെയിൻ സാധനം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൽ 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം. തേങ്ങ ഇടുന്നുണ്ട്. നല്ലോണം ചോന്ന് വരണം തേങ്ങ, എന്നാൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ചോന്ന് വരണം തേങ്ങ. അപ്പോൾ ഇതാ തേങ്ങ നല്ല ചോന്ന് വരുന്നുണ്ട്. നല്ല മണം, തേങ്ങ വറുത്തതിൻ്റെ മണം ഉണ്ടല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മണത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ചോന്നിട്ട് നമുക്ക് വാങ്ങാം. എന്നിട്ട് നമുക്ക് നമ്മളെ കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ട നല്ല അടിപൊളിയായിട്ട് ചോന്ന് വന്നിട്ട് തേങ്ങ നല്ല സൂപ്പർ മണമാണ് ഗൈസ്. എന്താ രുചി. അപ്പോൾ ഇതാ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഇനി ഓഫാക്കുന്നുണ്ട്. ഇനി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഇതാ നമ്മൾ തേങ്ങ വറുത്തത് കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇതാ കണ്ടല്ലോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അപ്പം നല്ല സൂപ്പറായിരിക്കും. ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ അത് തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ് കണ്ട, സ്വാദിഷ്ടമായ നമ്മളെ കണ്ണൂർ കൂട്ടുകറി ഇവിടെ റെഡിയായി. കണ്ടല്ലോ. ഇതാ എല്ലാം ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കാം. സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. കണ്ട, വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.